Hello students. Polar form conic equation നമ്മൾ derive ചെയ്തിരുന്നത് ഇങ്ങനെയാണ്. L by R equal to 1 plus E cos theta. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത derivation. L by R equal to 1 plus E cos theta. Now, depending on the value of E, we get the parabola, ellipse, hyperbola or even circle. Suppose that E equal to 1. E equal to 1. Then we get L by R equal to 1 plus cos theta. 1 plus cos theta. But you know that 1 plus cos 2 theta, standard equation is 2 theta. 1 plus cos 2 theta equal to 2 cos square theta. Here 1 plus cos 2 theta cos theta. അപ്പോൾ ഇവിടെയുള്ള ആംഗിളിന്റെ cos 2 theta വന്നപ്പോൾ അതിന്റെ പകുതി 2 cos square theta. ഇവിടെയുള്ള ആംഗിൾ തീറ്റ ആയതുകൊണ്ട് അതിന്റെ പകുതി 2 cos square. Here we get 2 cos square theta by 2. L by R equal to 2 cos square theta by 2. ഇപ്പോൾ നമുക്ക് ചില അറേഞ്ച്മെന്റ്സ് ഒക്കെ നടത്താം. അതുകൊണ്ട് ഞാൻ അതിനെ ഇങ്ങനെ എഴുതുകയാണ്. R equal to എന്ന് എഴുതാൻ എനിക്കിഷ്ടം. എന്തായാലും നമുക്ക് ആദ്യം ക്ലോസ് മൾട്ടിപ്ലൈ ചെയ്യാം. L equal to 2R cos square theta by 2 എന്ന ആദ്യം ക്രോസ് മൾട്ടിപ്ലിക്കേഷനിൽ എഴുതുന്നു. Now I want to write R. R equal to എന്ത് കിട്ടും? L by 2 into cos square theta by 2. But 1 by cos theta is sec theta. Therefore here we can write L by 2 into ഇതിനെ ന്യൂമറേറ്ററിലേക്ക് എഴുതാം. sec square theta by 2 എന്ന് എഴുതാം. R equal to L by 2 into sec square theta by 2. In terms of R and theta we are writing the equation. അപ്പോൾ R equal to എന്ന് എഴുതുന്നതാണ് സാധാരണ ഒരു സ്റ്റാൻഡേർഡ് ഫോം ആയിട്ട് പല കേസുകളിലും വരുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. ഇതും L by R equal to 1 plus cos theta എന്ന് പറയുന്നതാണ് പരാബോളയുടെ ഇക്വേഷൻ. അപ്പോൾ പരാബോള എക്സെൻട്രിസിറ്റി E equal to 1 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. എക്സെൻട്രിസിറ്റി എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? There is a fixed point S and which is called the focus, and there is a fixed line called the directrix. For a parabola, the distance of any point, say P of the parabola from the fixed point called the focus and the fixed line called the directrix. Then it made the directrix at the M perpendicular distance. For the parabola, SP by PM. SP by PM ആണ് എല്ലാ കോണിക്കിനും എക്സെൻട്രിസിറ്റി ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ the parabola SP by PM equal to 1. E equal to 1. SP യും PM ഈക്വൽ ആവുന്ന കേസിലാണ് നമുക്ക് പരാബോള കിട്ടുന്നത്. അല്ലെ എക്സെൻട്രിസിറ്റി ഈക്വൽ ടു 1 ആകുമ്പോൾ പരാബോള, എക്സെൻട്രിസിറ്റി ലെസ് ദാൻ 1 ആകുമ്പോൾ E equal to 1 പരാബോള. when ഈക്ക് പർട്ടിക്കുലർ വാല്യൂസ് കൊടുക്കാം. when E ലെസ് ദാൻ 1, 1/2 എന്നോ 3/2 എന്നോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എലിപ്സ് കിട്ടും. and when E greater than 1 we get the hyperbola. അപ്പോൾ അതിൽ പരാബോളയുടെ കേസിൽ വാല്യൂ കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാം. എലിപ്സ് ആകുമ്പോൾ E ലെസ് ദാൻ 1 ഏത് വാല്യൂ വേണമെങ്കിലും ആകാം. അത് 2/3 എന്ന് കൊടുക്കാം, 1/3 എന്ന് കൊടുക്കാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല. പക്ഷെ പരാബോളയുടെ കേസിൽ E equal to 1 എന്നൊരു സ്പെസിഫിക് വാല്യൂ ആണ്. അത് ഇട്ട് കൊടുത്താൽ ഇക്വേഷൻ L by R equal to 1 plus cos theta എന്നാകും. അതിനെ R equal to in terms of theta എന്ന് എഴുതുന്നതാണ് ഒരു സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതും. R equal to L by 2 into sec square theta by 2. This is the standard equation of a parabola in polar form. This is first case. Then assume that the initial line makes an angle alpha with the axis of the conic. That is the second note. നമുക്ക് ബുക്കിൽ നോട്ട്സ് നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു. അതിലെ രണ്ടാമത്തെ നോട്ടാണ്. ആക്സിസ് ഓഫ് ദ പരാബോള ഇങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. അസ്യൂം ദാറ്റ് ദ ഇനിഷ്യൽ ലൈൻ ഇങ്ങനെ ആയിരുന്നു എന്ന് വിചാരിക്കുക. ഇനിഷ്യൽ ലൈൻ ഇതുപോലെ ആയിരുന്നു എന്ന് വിചാരിക്കുക. അസ്യൂം ദാറ്റ് ദ ആക്സിസ് മേക്സ് ആൻ ആംഗിൾ. ആക്സിസും ഇനിഷ്യൽ ലൈനും തമ്മിലുള്ള ആംഗിൾ ആൽഫ ആണ് എന്ന് വിചാരിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഡെറിവേഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പരാബോളയിൽ ഒരു പോയിന്റ് P ആക്സിസും ഇനിഷ്യൽ ലൈനും ഒരേ സ്ഥലത്തായിരിക്കുമ്പോൾ അതുമായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ആംഗിൾ എന്ന് വെച്ചാൽ ഈ ആംഗിൾ തീറ്റ എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ആക്സിസും ഇനിഷ്യൽ ലൈനും തമ്മിലുള്ള ആംഗിൾ ആൽഫ ഡിഫറൻസ് ഉണ്ടെങ്കിൽ പി ആക്സിസുമായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ആംഗിൾ, ദിസ് ഈസ് ദ ഇനിഷ്യൽ ലൈൻ, ദിസ് ഈസ് ദ ഇനിഷ്യൽ ലൈൻ. ഇനിഷ്യൽ ലൈനുമായിട്ട് പോയിന്റ് ബി കൺസ്ട്രക്ട് ചെയ്യുന്ന ആംഗിൾ, ആക്സിസുമായിട്ട് പോയിന്റ് ബി കൺസ്ട്രക്ട് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. ഇനിഷ്യൽ ലൈനുമായിട്ട് പോയിന്റ് ബി കൺസ്ട്രക്ട് ചെയ്യുന്ന ആംഗിൾ, വലിയ ആംഗിൾ തീറ്റയിൽ നിന്ന് ഈ ചെറിയ ആംഗിൾ ആൽഫ സബ്ട്രാക്ട് ചെയ്യേണ്ടി വരും. തീറ്റ മൈനസ് ആൽഫ എന്നാകും. ഇനിഷ്യൽ ലൈനും ആക്സിസും ഒരേ തരത്തിൽ കിടക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ ഇക്വേഷൻ എൽ ബൈ ആർ ഈക്വൽ ടു 1 പ്ലസ് ഇ കോസ് തീറ്റ എന്ന് എഴുതുന്നത്. അപ്പോൾ ഈ ഒരു കേസ് ആണെങ്കിൽ എന്താകും? എൽ ബൈ ആർ ഈക്വൽ ടു 1 പ്ലസ് ഇ ഇൻറ്റു കോസ് തീറ്റയ്ക്ക് പകരം എന്ത് നമ്മൾ കൊടുക്കണം? ആക്സിസുമായിട്ട് ഇനിഷ്യൽ ലൈനുമായിട്ടുള്ള ആംഗിൾ തീറ്റ മൈനസ് ആൽഫ എന്നായി. പോയിന്റിന് ഒരു പോയിന്റ് പി ആർ തീറ്റ വെച്ചാണ് നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്തിരിക്കുന്നത്. The locus of all points P R theta lying on the conic. അതാണ് ഈ ഇക്വേഷൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പി ആർ തീറ്റ എന്ന് പറയുന്ന പോയിന്റിന് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ അതായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ആക്സിസ് ഇനിഷ്യൽ ലൈനും രണ്ട് സ്ഥലത്ത് കിടക്കുന്നുണ്ട്. ഈ തീറ്റയെ നമ്മൾ തീറ്റ മൈനസ് ആൽഫ ആയിട്ട് പരിഗണിക്കും. എൽ ബൈ ആർ ഈക്വൽ ടു 1 പ്ലസ് ഇ കോസ് തീറ്റ മൈനസ് ആൽഫ. ആക്സിസ് ഇനിഷ്യൽ ലൈനും ഒരേ ലൈൻ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഡിഫറൻസ് ആൽഫ ആംഗിൾ ആണെങ്കിൽ ഇക്വേഷൻ എൽ ബൈ ആർ ഈക്വൽ ടു, അവർ തമ്മിലുള്ള ഡിഫറൻസ് ആൽഫ ആണെങ്കിൽ ഇക്വേഷനിലും ആ ഡിഫറൻസ് വരും. എൽ ബൈ ആർ ഈക്വൽ ടു 1 പ്ലസ് ഇ കോസ് തീറ്റ മൈനസ് ആൽഫ. ദാറ്റ് ഈസ് എ സെക്കൻഡ് നോട്ട്. തേർഡ് നോട്ട്, കോണിക് സെക്ഷൻ ആയിട്ട് നമുക്ക് സർക്കിളിനെയും പരിഗണിക്കാം. അപ്പോൾ അതും ഒരു കോണിക് സെക്ഷൻ ഞാൻ നിങ്ങളെ കോണിക്ക് കൊണ്ടുവന്ന് കട്ട് ചെയ്ത് കാണിച്ചതാണ്. കോണിക്കിനെ വെർട്ടിക്കലായിട്ട് കട്ട് ചെയ്യാം, അപ്പൊ പരാബോള കിട്ടും. രണ്ട് കോണിക്ക് ചേർത്ത് വെച്ചിട്ട് കട്ട് ചെയ്താൽ, രണ്ട് കോൺ ചേർത്ത് വെച്ചിട്ട് കാണിച്ചാണ്, ചേർത്ത് വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ഹൈപ്പർബോള കിട്ടും. കോണിക്കിനെ ചെരിച്ച് കട്ട് ചെയ്യുമ്പോൾ, ചെരിച്ചൊരു പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എലിപ്സ് കിട്ടും. അതുപോലെ നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടാണ് കട്ട് ചെയ്യുന്നെങ്കിൽ ഒരു സർക്കിളും കിട്ടും. സർക്കിൾ നമ്മൾ നേരത്തെ തന്നെ സ്റ്റഡി ചെയ്തിട്ടുള്ളതായതുകൊണ്ട് അധികം സ്റ്റഡീസ് സർക്കിളിനെ പറ്റി നടത്തിയിട്ടില്ല. ഫോർ ദ സർക്കിൾ, ഈ ഇക്വേഷൻ, ദിസ് ഇസ് എ ജനറൽ ഇക്വേഷൻ, എൽ ബൈ ആർ ഈക്വൽ ടു 1 പ്ലസ് ഇ കോസ് തീറ്റ. ഫോർ ദ സർക്കിൾ എക്സെൻട്രിസിറ്റി ഇ ഈക്വൽ ടു 0. ബാക്കി കേസസ് ഒക്കെ ഇവിടെ വന്നു. ഈ 1, ഈ ലെസ് ദാൻ 1, ഈ ഗ്രേറ്റർ ദാൻ 1 എല്ലാം വന്നു. അപ്പം ഈ ഈക്വൽ ടു 0 എന്നുള്ള ഒരു സ്പെഷ്യൽ കേസാണ് സർക്കിൾ കിട്ടുക. when e equal to 0, what happens? L by r equal to 1 plus e equal to 0. L by r equal to 1 or L equal to r or r equal to L. R equal to L. What is L? L is a latus rectum of the conic. Latus rectum എങ്ങനെയായിരുന്നു? ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്ന latus rectum ഫുള്ള് താഴെ വരെയാണെങ്കിൽ 2L ലെന്ത്. ഒരു സൈഡിലേക്ക് മാത്രം കോണിക്കിൽ എക്സ്റ്റെൻഡ് ചെയ്താൽ ലെന്ത് L. ദിസ് ഇസ് ദ ലാറ്റസ് റെക്ടം. റേഡിയസ് ഈക്വൽ ടു L എന്ന് പറയുന്ന ഒരു ഫിക്സഡ് വാല്യൂ. അത് ലാറ്റസ് റെക്ടം ഒന്നും കൂട്ടണ്ട. റേഡിയസ് എന്ന് പറയുന്ന ഒരു ഫിക്സഡ് നമ്പർ. R ഈക്വൽ ടു 2, R ഈക്വൽ ടു 5 എന്നൊക്കെ പറഞ്ഞാൽ അതൊരു സർക്കിൾ ആയിരിക്കും. അത് ബുദ്ധിമുട്ടൊന്നും ഇല്ല കാണാൻ. ദിസ് ഇസ് ദ ഫോക്കസ്, ദിസ് ഇസ് ദ ഇനിഷ്യൽ ലൈൻ. ഡിസ്റ്റൻസ് ഫ്രം ദ നോട്ട് ഫോക്കസ്, പോൾ. ഡിസ്റ്റൻസ് ഫ്രം ദ പോൾ to any point of the figure equal to L. അപ്പോൾ ഇവിടെ വരെ L ഡിസ്റ്റൻസ്. അപ്പോൾ വേറൊരു പോയിന്റ് L ഡിസ്റ്റൻസിലുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇവിടെ ഒരു പോയിന്റ് ഫോർ ഇനി തീറ്റ, തീറ്റ ഒന്നും പറഞ്ഞിട്ടില്ല. തീറ്റ 5/2ലും അതേ ഡിസ്റ്റൻസ്, തീറ്റ 270ലും അതേ ഡിസ്റ്റൻസ്, തീറ്റ 90ലും അതേ ഡിസ്റ്റൻസ്. അങ്ങനെ എല്ലാ സ്ഥലത്തും ഒരേ ഡിസ്റ്റൻസിൽ കിടക്കുന്ന, ഒരേ ഡിസ്റ്റൻസിലാണെങ്കിൽ ഇതൊരു 360 ഡിഗ്രിയിലും ഒരേ ഡിസ്റ്റൻസിലാണെങ്കിൽ ഇതൊരു സർക്കിൾ ഫോം ചെയ്യും. R ഈക്വൽ ടു L. Lന് പകരം R ഈക്വൽ ടു 2 ഉപയോഗിച്ച്, R ഈക്വൽ ടു A എന്ന് ഉപയോഗിച്ചാണ് സാധാരണ പറയാറ്. റേഡിയസ് A ആയിട്ടുള്ള സർക്കിളിന്റെ ഇക്വേഷൻ R ഈക്വൽ ടു A. R ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ സർക്കിളിന്റെ റേഡിയസ് ഈ കാണുന്ന 2 ആയിരിക്കും. R ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ ഇവിടെ 5 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ കിട്ടും. ദാറ്റ് ഈസ് എ തേർഡ് കേസ്. ഒരു പേജ് കഴിഞ്ഞിട്ടാണ്, ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ ഇവിടെ കഴിഞ്ഞിട്ടാണ് നോട്ട് 3 നിങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ടിൽ കിടക്കുന്നത്. മൂന്നും ഒരുമിച്ച് കാണാവുന്ന കാര്യമേ ഉള്ളൂ. L by r ഈക്വൽ ടു 1 പ്ലസ് ഇ കോസ് തീറ്റയിൽ ഇ ഈക്വൽ ടു 1 ആകുമ്പോൾ പരാബോള കിട്ടും. ഇ ഈക്വൽ ടു 0 ആകുമ്പോൾ സർക്കിൾ കിട്ടും. ജനറൽ ഇക്വേഷൻസ് പരാബോളയ്ക്ക് R ഈക്വൽ ടു L/2 6 സ്ക്വയർ തീറ്റ ബൈ 2 എന്നും സർക്കിളിന് R ഈക്വൽ ടു L എന്നും. L is a constant, any constant value. Then if the angle and initial line
rectifies by an angle alpha, then our general equation becomes L by R equal to 1 plus A cos theta minus alpha. Thank you.